ഇനിയിപ്പോൾ ആ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് ഉള്ളു നിറയില്ല, ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി വീട്ടിൽ, ഓൻ്റെ വീട്ടിൽ. ഇനി ചെക്ക് ചെയ്തിട്ടേക്കാണ് ഇനി വേണ്ട എന്ന് തീരുമാനിക്കണത്. ഇതൊക്കെ തോന്നും, പൈസ ഉള്ളവർക്ക് തോന്നും, വലിയ വീടുള്ളവർക്ക് തോന്നും, കാറുള്ളവർക്ക് തോന്നും. എന്നാൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ലഹരിക്കും കഞ്ചാവുക്കും മയക്കുമരുന്നിനും MDMA കൊടുത്തു വിടുക. ഈ ഏപ്രിൽ മാസം ഒരുപാട് പെൺകുട്ടികളെ കെട്ടിക്കാണ്ട്, എന്നാലും ലഹരിക്ക് തന്നെ പോണത്. എന്നാൽ ഈ വെള്ളടിക്കുന്നവൻ്റെ ബെഡ് ചെക്ക് ചെയ്യണ്ടോ? ബെഡ് ചെക്ക് ചെയ്യണില്ല, ഓൻ്റെ ഒരു ബെഡ് ചെക്ക് ചെയ്യണില്ല. അത് പറഞ്ഞത് പിന്നെ പള്ളി കമ്മിറ്റീനെ തള്ളി പറയുന്ന രക്ഷിതാക്കളുണ്ട്, പള്ളി കമ്മിറ്റീനെ കളിയാക്കുന്ന രക്ഷിതാക്കളുണ്ട്. കുട്ടികളെ നിർബന്ധമായി കെട്ടിച്ച് പറഞ്ഞേച്ച് അവിടെ ജീവിതം തകർത്തുന്ന, അല്ല ജീവിതം കളയുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കാതെ, പാങ്ങൾക്ക് കൊടുക്കാതെ അതിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുക, അല്ലേ? ആ ജീവിതം നഷ്ടപ്പെടുത്തുക, ആ ജീവിതം ഇല്ലാതാക്കുക. അതല്ലേ പണി, അല്ലേ? അത് പറഞ്ഞത് ഒരുപാട് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. ആറടി മണ്ണിൽ കിടക്കുമ്പോൾ 2 കണ്ട തുണി, 3 കണ്ട തുണി മാത്രം കൊണ്ടുപോകുള്ളൂ. അത് ഏരിയൊന്നുമില്ല, വരാ അത് ഏരിയില്ല, അതേമാതിരി ഏരിയൊന്നുമില്ല. ഇത്രയുള്ള കാര്യം മനസ്സിലാക്കണം, ചിന്തിക്കണം നമ്മൾ. ഓക്കെ, കൊന്നനം കുത്തിയവർക്കും കളിയാക്കിയവർക്കും ഒരു പാഠമാകും. ഈ ഏപ്രിൽ കല്യാണം നടത്തുമ്പോൾ എൻ്റെ കുട്ടി അറിഞ്ഞ് മോളെ എന്ന് കരയുന്ന കാഴ്ച മാതാപിതാക്കൾ കരയുമ്പോൾ ഓർമ്മ ഉണ്ടാവും. ഇതുവരെ കരഞ്ഞ ഓർമ്മ ഉണ്ടാവും. ഇതുവരെ പൊട്ടിക്കരഞ്ഞ മാതാപിതാക്കൾ വീണ്ടും പൊട്ടിക്കരയാൻ പോവുകയാണ്. ഈ ഏപ്രിൽ പൊട്ടിക്കരയാൻ പോവുകയാണ്. എൻ്റെ മോള് പറഞ്ഞു.